Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Golden Diamonds അങ്കമാലി. വേനൽക്കാലം ക്ഷീരമേഖലയ്ക്കും അതിജീവനത്തിന്റെ കാലമാണ്. വെള്ളത്തിനും തീറ്റപ്പുല്ലിനുമുള്ള ക്ഷാമത്തോടൊപ്പം കൊടും ചൂടിൽ തളരുന്ന പശുക്കളിൽ പാലുൽപാദനം കുറയുന്നത് ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ജോഷ്ന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നെട്ടിനമ്പിള്ളിയിലെ ക്ഷീരകർഷകനായ ബൈജു ചേട്ടന്റെ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ചൂടുകാലത്ത് ക്ഷീരകർഷകനായ ബൈജു ചേട്ടൻ പശുക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചറിയാം. ചൂടിൽ പശുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? പശുക്കൾക്ക് ഈ വേനൽ ചൂടിൽ ഭയങ്കരമായ അണപ്പ്, വായയിൽ നിന്ന് ഓരോ പത വരുന്നൊരു ഇതുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 നേരം നനച്ചു കൊടുക്കും പശുക്കൾക്ക്. അതേമാതിരി നമ്മുടെ റൂഫ് മോട്ടറടിച്ച് നനയ്ക്കുന്നുണ്ട്, പച്ചപ്പുല്ല് കൊടുക്കുന്നു. എങ്കിലും നമുക്ക് ധാരാളമായിട്ട് ഈ പശുക്കളുടെ അണപ്പ് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാല് വളരെ കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നെ ഏറ്റവും കൂടുതൽ ഈ അണപ്പിന് കാരണം പാല് കുറഞ്ഞു, തീറ്റ ചെലവ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്തു. പച്ചപ്പുല്ലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കറവ് കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് അഴിച്ചുവിട്ട് ഈ സമയത്ത് ഇനി അഴിച്ചു വിടാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് പുല്ല് മറ്റ് പറമ്പിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. തീറ്റ വർധനവിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? പാലിന് 1 രൂപ കൂടുമ്പോൾ കാലിത്തീറ്റയ്ക്ക് 50 രൂപ കൂടിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും ഇവരുടെ ഈ പശുവിൻ്റെ തീറ്റയും ചിലവ് കഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. എനിക്ക് 20 പശു ഉണ്ടായതാണ്. നിലവിൽ ഞാൻ ഓരോന്ന് കുറച്ച് ഈ പ്രസ്ഥാനം പയ്യെ അവസാനിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഒരു പശുവിന് 8 ലിറ്റർ പാല് കിട്ടി വീഴുന്ന പശു 4 ലിറ്ററായിട്ട് കുറഞ്ഞു. ആ തീറ്റ ചിലവ് ഒന്നും കുറയുന്നില്ല. തീറ്റ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റ കൊടുക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആയി. അതുകൊണ്ട് നിലവിൽ ഞങ്ങളിത് പയ്യെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നിർത്താനുള്ള പരിപാടിയിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പശുക്കൾക്ക് സാധാരണ പാടത്തും പറമ്പിലൊക്കെ നമ്മൾ ഇവരെ കൊണ്ട് കെട്ടേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ അത് നമുക്ക് ഒട്ടും തന്നെ പറ്റില്ലല്ലേ? ഇപ്പം ഈ വെയിൽ കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഞങ്ങൾ ഒരു 2:30-3 മണിയാകുമ്പോൾ ഞങ്ങൾ അഴിച്ചിടും. അപ്പോൾ ഇവിടെ ധാരാളം പുല്ലൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു പറമ്പുണ്ട്, ഒരു നിറച്ചടയ്ക്കാറൊക്കെ നല്ല തണുപ്പുള്ള പറമ്പുണ്ട്. അവിടേക്ക് അഴിച്ചുവിട്ട് തീറ്റിക്കൊണ്ടിരുന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ അവിടത്തേക്ക് പുറത്തേക്ക് ഇറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ചൂടായിട്ട്. അത് കാരണം ഞങ്ങൾ പുറത്തേക്ക് അഴിക്കൽ അപൂർവമാണ്. പിന്നെ തീറ്റപ്പുല്ല് കൊടുക്കുന്നുണ്ട്. തീറ്റപ്പുല്ല് ഞങ്ങളുടെ പറമ്പുകളിലുണ്ട്. അത് കൂടാതെ പുറത്തുനിന്ന് വാങ്ങുന്നുണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്നതിന് കിലോന് 3.5 രൂപ 4 രൂപ കൊടുത്താണ് വാങ്ങണത്. അതും നമുക്ക് ഭാരിച്ച ചിലവായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഞങ്ങളിവിടെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ 4 മണിക്കാണ് കറവ. 4 മണിക്ക് കറവയ്ക്ക് മുന്നേ ചാണം വാരി തൊഴുത്ത് വൃത്തിയാക്കി തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞ് തീറ്റ കൊടുത്തതിന് ശേഷം ഞങ്ങൾ കറവ കഴിഞ്ഞതിന് ശേഷം രാവിലെ വൈക്കോല് കൊടുക്കും, കുറച്ച് വൈക്കോല് കൊടുക്കും. അത് കഴിഞ്ഞ് വെള്ളം യഥേഷ്ടം കുടിക്കാവുന്ന സംവിധാനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വീണ്ടും അടുത്ത തീറ്റ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുളിപ്പിക്കുന്നു, വീണ്ടും കറവ ആരംഭിക്കുന്നു. കറവ കഴിഞ്ഞുമ്പോൾ വീണ്ടും ഒന്ന് വെള്ളമടിക്കും. പശുവിൻ്റെ മേത്തൊക്കെ ഒന്നുകൂടി വെള്ളമടിച്ചതിന് ശേഷം പുല്ല് കട്ട് ചെയ്തത് കൊടുക്കും. ഇതാണ്. പിന്നെ രാത്രി ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ തീറ്റ കുറച്ച് വയ്ക്കോലൊക്കെ കൊടുക്കും. ഇതാണ് ഞങ്ങളുടെ തീറ്റയുടെ ക്രമങ്ങൾ. തീറ്റയിൽ ഒരു കുറവും വരുന്നില്ല. തീറ്റ കൂടി വന്നു, പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന പാല് കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 20 പശുക്കളുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ 13 പശുക്കളുള്ളൂ. കാരണം ഒന്നാമത്തെ ഈ തീറ്റ ചെലവ് കാരണം നമുക്ക് ഇത് പാലിൻ്റെ വിലയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പം ഞാനിപ്പം നിലവിൽ ഘട്ടമായിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോരാത്തതിന് ഇപ്പം ഈ ചൂടിൻ്റെയും കൂടി വന്നതോടുകൂടി പാല് പകുതിയായി മാറി.
85-90 ലിറ്റർ പാല് ഞാൻ സൊസൈറ്റിയിൽ അളന്നുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം നേരെ രാവിലെ അളന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ നേരെ 40-35 മാറി. അപ്പം ഞാൻ പയ്യെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പയ്യെ ഒഴിവാകാമെന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സർക്കാരിൽ നിന്ന് നമുക്ക് വേണ്ടത്ര പ്രോത്സാഹനം കിട്ടുന്നില്ല. നമ്മളൊരു യുവാവായിട്ട് ഒരു ഫീൽഡിലേക്ക്, ഒരു പുതിയ തൊഴിലിലേക്ക് വരുമ്പോൾ ഞങ്ങളെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കണില്ല. കാരണം കാലിത്തീറ്റയുടെ വില എന്ന് പറഞ്ഞാൽ കുതിച്ചുയരുന്നത് ഭയങ്കര വിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഈ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട് എന്താണ് ചേട്ടന് സർക്കാരിനോട് പറയാനുള്ളത്? സർക്കാരിൻ്റെ കൈത്താങ്ങ് ഞങ്ങൾക്ക് തരിക. ഒന്നില്ലെങ്കിൽ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നിരക്ക് ഏർപ്പെടുത്തി ഞങ്ങളെ സഹായിക്കുക. അതല്ലെങ്കിൽ പാലിന് വില കൂട്ടി കിട്ടാവുന്ന രീതിയിൽ ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. കാരണം സർക്കാർ കാലിത്തീറ്റയുടെ വില കൂടുന്നത് കുറയുന്നത് ശ്രദ്ധിക്കുന്നത്. പാലിൻ്റെ വില മാത്രമാണ് സർക്കാർ കൂടുന്നത്. കാലിത്തീറ്റയുടെ വില കമ്പനികൾ ക്രമാതീതമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 1 ലിറ്റർ പാലിന് 1 രൂപ കൂടിയാൽ 50 രൂപ 100 രൂപയുടെ അടുത്ത് തീറ്റയ്ക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും അതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സർക്കാർ ഇതിന് ഞങ്ങൾക്ക് വേണ്ടത്ര സബ്സിഡി തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് അത്ര പ്രോത്സാഹനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അറിവ് വെച്ചിട്ട്. കറവക്രമം 12 മണിക്കൂർ ഗ്യാപ്പ് വരുത്തണമെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി വെയിലത്തേക്കൊന്നും പശുക്കളെ 10 മണി തുടങ്ങി 3 മണി വരെ പുറത്തേക്ക് കെട്ടരുതെന്നൊക്കെ നമുക്ക് മിൽമയിൽ നിന്നുള്ള അറിയിപ്പായിട്ട് തന്നു. അത് ഏകദേശം നമ്മളൊക്കെ ആ പറയുന്ന രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചൂട് മോളിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് പശുക്കൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ബൈജു ചേട്ടൻ ചെയ്തു കൊടുക്കണം? ഞങ്ങൾ മെയിനായിട്ട് ഇവർക്ക് 4 നേരം നമ്മൾ മേത്ത് വെള്ളം അടിച്ചു കൊടുക്കും. പിന്നെ ഒരു 12 മണി ഉച്ചയ്ക്ക് 12 മണി സമയത്ത് നമ്മൾ റൂഫിൽ മോട്ടറടിച്ച് ഈ ഷീറ്റൊക്കെ ഒന്ന് നനച്ച് ഒരു ചെറിയ തണുപ്പ് വരുത്തും. അതാണ് മെയിനായിട്ട് ഞങ്ങൾ എപ്പോഴും കൂട് നനഞ്ഞ ഒരു തണുപ്പ് അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. വേനൽ ചൂട് മനുഷ്യരെ മാത്രമല്ല ബാധിക്കുന്നത്, മൃഗങ്ങളെയും ബാധിക്കും. കൂടാതെ വേനൽ ചൂടിൽ പശുക്കളിൽ പാലിന്റെ അളവ് കുറയുന്നതോടെ അത് ക്ഷീരകർഷകരെയും ബുദ്ധിമുട്ടിലാക്കുന്നു. ഇതിനു മുൻപ് ലഭിച്ചിരുന്ന പാലിനേക്കാൾ നേർപകുതി പാലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. കാലിത്തീറ്റയുടെ വർധനവും ഈ പാവം ക്ഷീരകർഷകരെയെല്ലാം ബുദ്ധിമുട്ടിലാക്കുന്നു. ക്യാമറാമാൻ സലൽ ടി എസിനോടൊപ്പം ജോഷ്ന PB.